വിഴിഞ്ഞം തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഉടൻ ഇറക്കും. അഖിൽ ഷാൻ സാർ വിഴിഞ്ഞത്ത് നിന്ന് ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. അഖിൽ ഷാ, എപ്പോഴാണ് ഈ ചരക്ക് നീക്കം തുടങ്ങുക? വേണു, നമുക്കറിയുന്നത് പോലെ തന്നെ 2000 കണ്ടെയ്നറുകളുമായാണ് സാൻ ഫെർണാണ്ടോ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നേരത്തെ നമ്മൾ കണ്ട ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ, നേരത്തെ ക്രെയിനുകൾ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ 3 ക്രെയിനുകൾ ഒഴികെ ബാക്കി മുഴുവൻ ക്രെയിനുകൾ ഇപ്പോൾ താഴ്ത്തിയിട്ടുണ്ട്. താഴ്ത്തി ഈ കണ്ടെയ്നറുകൾ ഉയർത്തുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഓരോ കണ്ടെയ്നറുകളായി നിലവിൽ അതെടുത്ത് തുറമുഖത്തേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ തുടരും. 2000-ഓളം കണ്ടെയ്നറുകളാണ് നിലവിൽ ഈ കപ്പലിലുള്ളത്. അതിൽ 1960 കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് തുറമുഖ അധികൃതർ നിലവിലുള്ളത്. അതിൽ 400-ഓളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് തന്നെയായി കൊണ്ടുവന്നതാണ്. അതിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റ് മെഷീനുകളും ഒക്കെയാണ് ആ കണ്ടെയ്നറുകളിൽ ഉള്ളത്. ബാക്കിയുള്ള കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് മാറ്റിയതിനു ശേഷം നാളെയും മറ്റന്നാളുമായാകും ഈ കണ്ടെയ്നറുകൾ ഈ ചരക്കുമായി മറ്റ് ഫീഡർ കപ്പലുകൾ എത്തി അതിവിടെ നിന്ന് കൊണ്ടുപോവുക. എന്തായാലും ക്രെയിനുകൾ നിലവിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിന്റെ ആദ്യഘട്ട പരിശോധനയാണ് നിലവിൽ നടക്കുന്നത്. ഈ 3 ക്രെയിനുകൾ ഒഴികെ 3 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ ഒഴികെയുള്ള മറ്റ് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ നിലവിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നർ പിക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷമാകും കണ്ടെയ്നറുകൾ ഈ തുറമുഖത്തേക്ക് മാറ്റുക. തുറമുഖത്തേക്ക് മാറ്റിയതിനു ശേഷം ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾക്ക് പിന്നിൽ കാണുന്ന യാർഡ് ക്രെയിൻ ഉപയോഗിച്ചാകും ഈ കണ്ടെയ്നറുകളെ ഈ യാർഡിലേക്ക് മാറ്റുന്നത്. യാർഡിൽ ഓരോ കണ്ടെയ്നറുകളായി അടുക്കി വെച്ച് നാളെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് നാളെ വൈകിട്ടോടു കൂടിയാകും സാൻ ഫെർണാണ്ടോ ഇവിടെ നിന്ന് മടങ്ങുക. ഇവിടെ നിന്ന് യൂറോപ്പിലേക്കാണ്, UK-യിലേക്കാണ് ഈ കപ്പൽ പോകുന്നത്. അതിന് പിന്നാലെ മറ്റ് 2 ഫീഡർ കപ്പലുകൾ മഹാരാഷ്ട്രയിലെ തുറമുഖത്ത് നിന്നെത്തും. ആ ഫീഡർ കപ്പലാകും നിലവിൽ ഇവിടെ ഈ സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ഇറക്കുന്ന കണ്ടെയ്നറുകൾ. ആ ഫീഡർ കപ്പലുകളായിരിക്കും ഇവിടെ വന്ന് ശേഖരിക്കുകയും അത് രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. എന്തായാലും അല്പസമയത്തിനകം ഈ ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ ഇറക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കും. വേണു, അഖിൽ ഷാ, എപ്പോഴാണ് ബർത്തിങ് പൂർത്തിയായത്? വേണു, നമുക്കറിയുന്നത് പോലെ തന്നെ വളരെ വേഗത്തിൽ ഈ കപ്പലിന് ഇങ്ങോട്ടേക്ക് അടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ പല തുറമുഖങ്ങളിലും വലിയ കാലതാമസം, അതായത് പുറംകടലിൽ എത്തിയാൽ അല്ലെങ്കിൽ തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ എത്തിയാൽ ഇങ്ങോട്ടേക്ക് അടുക്കുന്നതിന് വലിയ കാലതാമസം ഉണ്ടാകും. അത് ഈ പ്രകൃതിയുടേതായ ചില പ്രശ്നങ്ങൾ, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് അടുപ്പിക്കുന്നതിനായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ പല തുറമുഖങ്ങളും നേരിടാറുണ്ട്. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വാഭാവിക ആഴം അത് കപ്പൽ വേഗത്തിൽ ബെർത്ത് ചെയ്യുന്നതിന് കാരണമായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 20 മീറ്റർ സ്വാഭാവിക ആഴം ഉള്ളത് കൊണ്ട് തന്നെ 16 മീറ്റർ നങ്കൂരമിടാൻ ആവശ്യമുള്ള ഈ കപ്പൽ അതിവേഗത്തിൽ തന്നെ അത് ഈ പുലിമുട്ടിന് അകത്തേക്ക് വരികയും ഈ ടഗ് ബോട്ടുകൾക്ക് ഒരു തടസ്സവുമില്ലാതെ, അതായത് ഈ 20 മീറ്റർ ആഴമുള്ളത് കൊണ്ട് തന്നെ ഒരു തടസ്സവും കടലിന്റെ അടിത്തട്ടിൽ നിന്നുണ്ടാകാതെ പെട്ടെന്ന് തന്നെ അതിവേഗം തന്നെ ഈ കപ്പലിനെ സാൻ ഫെർണാണ്ടോയെ ബെർത്തിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. ഏതാണ്ട് 9:15 കൂടി തന്നെ ഇതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ ബെർത്തിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ് വളരെ പ്രത്യേകത. അത് എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല പല തുറമുഖങ്ങളിലും. അത് വിഴിഞ്ഞത്ത് നടന്നു എന്നുള്ളതും വലിയ അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾക്കൊക്കെ വലിയ ആകർഷണമാവുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റ് തുറമുഖങ്ങളിലെ പോലുള്ള പ്രതിസന്ധികൾ വിഴിഞ്ഞം സൃഷ്ടിക്കുന്നില്ല. അത് കൂടുതൽ കമ്പനികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുമെന്നുള്ളതിൽ തർക്കവുമില്ല. എന്തായാലും 9:30 ഇതിന്റെ മൂറിംഗ് പ്രവർത്തനങ്ങൾ വിജയകരമായി തന്നെ പൂർത്തിയാക്കി. മൂറിംഗ് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ വലിയ റോപ്പ് ഉപയോഗിച്ച്, വലിയ കൂറ്റൻ വടം ഉപയോഗിച്ച് ഈ കപ്പലിനെ ഈ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന, അപ്പൊ കപ്പൽ പിന്നീട് മാറിപ്പോകാതിരിക്കാനായി തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് മൂറിംഗ്. ആ മൂറിംഗും വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മന്ത്രി VN വാസവൻ, GR അനിൽ, അതുപോലെ തന്നെ വിഴിഞ്ഞം MD ദിവ്യ അയ്യർ, അദാനിയുടെ തുറമുഖ അധികൃതർ തുടങ്ങി നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കപ്പലിനെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. ബെർത്തിംഗ് പ്രവർത്തനങ്ങൾക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തത് VN വാസവനാണ്. ഒപ്പം തുറമുഖ അധികൃതരുമായി ഈ മധുരം പങ്കിട്ടാണ് ഈ കപ്പലിനെ സ്വീകരിച്ചെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ വലിയ ചരക്ക് നീക്കം തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും. ഈ വലിയ ഷിപ്പിംഗ് കമ്പനികളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം, ഈ അന്താരാഷ്ട്ര കപ്പൽ ചാനലിന്
വളരെ അടുത്ത് ആണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇവിടുന്ന് ഒരു തുറമുഖത്തിന്റെ ബെർത്തിൽ നിന്ന് ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ അകലം മാത്രമാണ് അന്താരാഷ്ട്ര കപ്പൽ ചാനലിനുള്ളത്. അത് തുറമുഖത്തിന്റെ അത്യപൂർവമായ ഒരു പ്രത്യേകതയാണ്. രാജ്യത്തൊരിടത്തും അത്തരത്തിൽ ഇത്രയും അടുത്ത് അന്താരാഷ്ട്ര കപ്പൽ ചാനൽ നമുക്ക് കാണാൻ കഴിയില്ല. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നാൽ തന്നെ നമുക്ക് അന്താരാഷ്ട്ര കപ്പൽ ചാനലിലൂടെ പലപ്പോഴും ഈ കപ്പലുകൾ നീങ്ങുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ അതിന്റെ പല ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അത് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അതാണ് ആ ഒരു കാരണമാണ് ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ഉൾപ്പെടെ എം എസ് സിയുടെ കപ്പലുകൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നിലവിൽ തുറമുഖ അധികൃതർ അറിയിക്കുന്നത്. ആ കമ്പനിയെ വരെ എം എസ് സിയെ വരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം ഇത്തരത്തിൽ അന്താരാഷ്ട്ര കപ്പൽ ചാൽ തൊട്ടടുത്താണെന്നുള്ളതാണ്. അവർക്ക് ഇതുവഴി പെട്ടെന്ന് കടന്ന് തുറമുഖത്തേക്ക് വരാം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സ്വാഭാവിക ആഴം തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ ഇന്ന് ഈ സാൻ ഫെർണാണ്ടോ തീരത്തടുത്തതുപോലെ തന്നെ വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് അടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ മാത്രമാണ് ഇത്തരത്തിൽ പുറംകടലിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ടർ ഏരിയയിൽ നിന്ന് തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ നിന്ന് കപ്പൽ അടുക്കാനായി എടുത്ത സമയം. അത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. അത് മറ്റ് പല തുറമുഖങ്ങൾക്കും സാധിക്കാത്തൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൻ ഷിപ്പിംഗ് കമ്പനികളെ തുറമുഖം അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നാളെയാണ് ട്രയൽ റണ്ണിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നത്. അഖിൽ ഷാൻ സാറാണ് വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.